ഫിറോസ് ഇപ്പം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇവിടെ ഇപ്പം ധാരാളം പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്ത്രീ പുരുഷ സമത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പം അതിനെതിരായിട്ട് ഒരു വരി പ്രസ്താവന കൊടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ് DYFI സർവദേശീയ രംഗത്തെ ഒരു വിഷയത്തെ മുൻനിർത്തി നടത്തിയ സമരത്തെ അപഹസിക്കുന്നത്. ഞങ്ങൾ സർവദേശീയ രംഗത്തെ വിവിധ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്ത സംഘടനയാണ്. ഞങ്ങൾക്ക് എന്താ, ഇപ്പോൾ അമേരിക്കയിലെ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം ക്യൂബയിലെ ഏലിയാൻ ഗോൺസാലസ് എന്ന് പറയുന്ന ഒരു ബാലനെ പിടിച്ച് തടവിലിട്ടു. ഏലിയാൻ ഗോൺസാലസിനെ വിട്ടേക്കണമെന്നാവശ്യപ്പെട്ട് DYFI തെരുവിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പം ഫിറോസിന്റെ പാർട്ടിയോട് ചോദിച്ചത്, ഏലിയാൻ ഗോൺസാലസിനെ അങ്ങ് അമേരിക്ക പിടിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ പ്രകടനം വിളിക്കുന്നത്? അപ്പോൾ ഉഗാണ്ടയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുടപിടിക്കുന്നവരാണ് DYFI എന്ന് ആക്ഷേപം വലതുപക്ഷം കുറേ കാലമായി ഇവിടെ ഉന്നയിക്കുന്നതാണ്. അതിനൊരു പുതിയ വേർഷനായിട്ട് മാത്രമേ ഫിറോസിന്റെ പ്രസ്താവനയെ കാണേണ്ടതുള്ളൂ. പിന്നെ ഈ കൊട്ട വെച്ച് മറ്റേ ക്യാമറ മറക്കുന്ന പോലെയുള്ള സമരങ്ങളല്ല സമരങ്ങൾ. അതിന് കുറച്ച് പണിയുണ്ട്. കൊട്ട വെച്ച് ക്യാമറ മറക്കാൻ എളുപ്പത്തിൽ കഴിയും. ഇന്നിപ്പോൾ AI എന്ന് പറയുന്ന സംവിധാനവും അതുമായി ബന്ധപ്പെട്ട ക്യാമറയും എല്ലാം ഈ കേരളത്തിൽ വേണ്ട എന്ന് വാശി പിടിക്കുന്ന ആളോട് എന്ത് പറയാനാണ്? അദ്ദേഹത്തോടൊന്നും കൂടുതൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പിന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട് സംരംഭവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ PK ഫിറോസിനെ വെല്ലുവിളിക്കാം. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ പുതിയ വ്യവസായമൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന PK ഫിറോസ് പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംരംഭങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ ചിലപ്പോൾ സമയം കുറവായിരിക്കും. ഇപ്പൊ രാജ്യം പുറത്തുവിട്ട കണക്കുണ്ട്. ഏതായാലും BJP ഗവൺമെന്റ് ഇടതുപക്ഷത്തിന് വേണ്ടി സർട്ടിഫിക്കറ്റ് തരില്ലല്ലോ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി. കേരളത്തിലെ വിവിധ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരല്ല. അവരെല്ലാം വിവിധ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള കണക്കുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഒരു സദസ്സിനെ ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത്? അത് ശരിയല്ല. ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ആള് ഇത്രമാത്രം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ല. രാഷ്ട്രീയ വിരോധമൊക്കെ ഉണ്ടാവാം. 10 വർഷമായി ഭരണത്തിൽ നിന്ന് പുറത്തു വെക്കുന്നതിന്റെ സങ്കടം ഫിറോസ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് മാത്രമേ അതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൂ.